ഹായ് മക്കളെ, നമ്മൾ കാത്തിരുന്ന നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതാ പബ്ലിഷ് ആയിരിക്കുകയാണ്. നമുക്കറിയാം, സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം, അതായത് റീനീറ്റ് ഇല്ല എന്ന് സുപ്രീം കോടതി കൺഫേം ചെയ്തതിൻ്റെ കൂടെ സുപ്രീം കോടതി പറഞ്ഞു ഫിസിക്സിൻ്റെ ആ ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യനിൽ പുതിയ NCERT ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ് എന്ന ഒരു ഉത്തരമാണ് ശരിയായ ഉത്തരം, അതുമാത്രമാണ് ശരി ഉത്തരം എന്ന IIT ഡൽഹിയിലെ 3 മെമ്പർ കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ പേരിൽ റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഫിസിക്സിൽ പഴയ, അതായത് ഓൾഡ് NCERT വെച്ച് പണ്ട് കറക്റ്റായ കുട്ടികളുണ്ടായിരുന്നു. പുതിയ NCERT ബേസ് ചെയ്തിട്ട് ഓപ്ഷൻ എഴുതിയ കുട്ടികളുണ്ട്. പിന്നീട് എന്താണ്, ബാക്കി 2 ഓപ്ഷൻസും മാർക്ക് ചെയ്ത കുട്ടികൾ ഓൾറെഡി റോങ് ആൻസേഴ്സ് മാർക്ക് ചെയ്തവരാണ്. ഇവർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓക്കെ, എന്താണ് സംഭവിച്ചത്? ഈ കുട്ടികൾക്ക് ഇപ്പോൾ 4 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് കറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, കറക്റ്റ് ഉത്തരമായതുകൊണ്ട് 4 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. പുതിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു, ഈ കുട്ടികൾക്കത് -5 പോയിരിക്കുകയാണ്. അതായത് 720-ൽ 720 കിട്ടിയ ഓൾമോസ്റ്റ് 44 കുട്ടികളോളം എന്താണ് ഈ മിസ്റ്റേക്ക് വരുത്തിയവരാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്കോറൊക്കെ എന്താകും, 715 ആകും. അപ്പോൾ നിങ്ങൾ എഴുതിയ ഉത്തരം പഴയ NCERT വെച്ചുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ -5 കുറഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ പണ്ടത്തെ മാർക്ക് എന്താണോ അതിൽ നിന്ന് 5 മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഒബ്വിയസ്ലി ആർക്കാണ് ബെനിഫിറ്റ്? ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് മാറ്റമില്ല. ഈ ഒരു ഓപ്ഷൻ എഴുതിയ കുട്ടികൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഈ ഓൾഡ് NCERT ബേസ് ഉത്തരം എഴുതിയ കുട്ടികൾക്ക് എന്താണ്, നല്ലൊരു താഴോട്ടുള്ള ഒരു റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഓൾ ഇന്ത്യയിൽ പ്രതിഫലിക്കുക എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യയുടെ ലാസ്റ്റ് റാങ്കാണ് മക്കളെ. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലാസ്റ്റ് റാങ്കിനെ കുറിച്ച് പറഞ്ഞു തരാമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്, ഓൾ ഇന്ത്യ റാങ്കാണ്. അത് വെച്ച് എനിക്ക് കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയെങ്കിലും സാധ്യത ഉണ്ടോ എന്നാണ് നിങ്ങൾ അറിയുന്നത്. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ഏതൊക്കെ കോളേജാണ് പങ്കെടുക്കുന്നതെന്ന് ഓൾറെഡി ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അതായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ ലാസ്റ്റ് റാങ്കുകൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നത് എല്ലാ വർഷത്തെയും, അതായത് കഴിഞ്ഞ വർഷത്തെ എല്ലാ, ഇപ്പോൾ MBBS, അതേപോലെ എയിംസ്, ജിപ്മർ, ESI കോളേജ്, BDS, BSc നഴ്സിംഗ്, ഇത്രയും ഓപ്പർച്യൂണിറ്റീസാണ് നമുക്കുള്ളത്. ഇതിലാണ് ഡീംഡ് കോളേജിനെ കുറിച്ച് ഈ ഡിസ്കഷനിൽ ഒന്നും പറയുന്നില്ല. മെയിനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഇനി ഇതെന്താ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് ആണ്. ഈ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അതായത് ഞാനതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ട്? തൊട്ട് പിറകിലേക്കുള്ള നമ്പറിലേക്ക്. ആക്ച്വലി എക്സാക്ട് നമ്പേഴ്സ് ഞാൻ പറയാതിരിക്കാൻ കാരണം നിങ്ങൾക്കൊരു റേഞ്ച് മനസ്സിലാകാനാണ്. കാരണം ആ ഒരു ചേഞ്ച് എന്തായാലും എല്ലാ വർഷവും ഉണ്ടാകും. ഞാനിവിടെ പറയുന്ന പല റാങ്കുകളിലും ഓൾമോസ്റ്റ് ഒരു +or- 200 ഒക്കെ കയറിയിട്ടുണ്ട്. അത് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ദ ലാസ്റ്റ് റാങ്ക് ഹാവ് ബീൻ റൗണ്ടഡ് ഓഫ് ടു ദ ലോവസ്റ്റ് എൻഡ് ഫോർ ക്ലാരിറ്റി. എക്സാക്ട് നമ്പേഴ്സിനേക്കാളും നിങ്ങൾക്ക് അറിയേണ്ടത് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിവിടെ ശ്രദ്ധിക്കാം. ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് നോക്കിയാലോ മക്കളെ. എയിംസിൽ നമുക്ക് ആദ്യം എയിംസിനെ കുറിച്ച് സംസാരിക്കാം. ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസിൽ ഓപ്പൺ കാറ്റഗറിയിൽ എത്രയാ റൗണ്ട്? 6800-ന് കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറി, ഓപ്പൺ കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ ലാസ്റ്റ് റാങ്ക് പോയത്. EWS ആകുമ്പോൾ 8400, OBC കാറ്റഗറിയിൽ 7900, SC ST കാറ്റഗറിയിൽ റെസ്പെക്റ്റീവ് റാങ്കുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളൊരു OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ റാങ്ക് നിങ്ങൾക്കറിയാം, ഒരു 8000 റേഞ്ചിൽ നിങ്ങൾക്ക് എയിംസിൽ സാധ്യതയുണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 7000 റേഞ്ചിൽ നിങ്ങൾക്ക് എയിംസിൽ സാധ്യതയുണ്ട്. 90,000 റേഞ്ചിൽ നിങ്ങൾക്ക് STയിൽ സാധ്യതയുണ്ട്. 50,000 റേഞ്ചിൽ, അല്ലെങ്കിൽ 52,000-53,000 റേഞ്ചിൽ നിങ്ങൾക്ക് എന്തുണ്ട്, SC ആണെങ്കിൽ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇതാണ് നമ്മുടെ എയിംസിൻ്റെ ലാസ്റ്റ് റാങ്ക്. ഈ ഫയലൊക്കെ എവിടെ നിന്നാണ് കിട്ടുക സാറേ? എൻ്റെ നീറ്റ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കാണ്. ഇത് വീഡിയോ പോയി കോപ്പി അടിക്കേണ്ട, വീഡിയോയിൽ സ്കാൻ ചെയ്യേണ്ട. ഇതിൻ്റെ എല്ലാം ഫയല് എൻ്റെ സ്വന്തം നീറ്റ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. ലിങ്ക് താഴെ കമൻറ്റിലുണ്ടാകും, ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി രണ്ടാമത്തത്, MBBS എവിടെയാണ് സാറേ സാധ്യത? എനിക്ക് കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും സാധ്യത ഉണ്ടോ?
നമുക്കറിയാം ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല ഇന്ത്യയിലെ എവിടെയുള്ള മെഡിക്കൽ കോളേജിലും 15% ഓൾ ഇന്ത്യ കോട്ടയാണ്, 85% സ്റ്റേറ്റ് കോട്ടയാണ്. ഈ 15% കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും അതേപോലെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ നിങ്ങൾക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ആ ലാസ്റ്റ് റാങ്കാണ് ഈ കാണുന്നത്. അതായത് 22,000 ഓൾമോസ്റ്റ് 23,000 ആണ് നിങ്ങളുടെ റാങ്ക് എങ്കിൽ അതിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അവസാനത്തെ റാങ്ക് തെലങ്കാന ഭാഗത്തൊക്കെയാണ് അധികം കയറിയിട്ടുള്ളത് കേട്ടോ. EWSൽ 24,000, OBCയിൽ അഗെയിൻ 22,000 റേഞ്ച് തന്നെയാണ് പോകുന്നത്. SC ST കാറ്റഗറി നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 1,23,000 1,60,000 1,60,000 വരെ ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് MBBS പഠിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങളുടെ റൗണ്ട് 3 ഓൾ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ജിപ്മറിലാണെങ്കിലും നമുക്കറിയാം ആകെ 2 കോളേജേ നമുക്കുള്ളൂ അല്ലേ. എയിംസിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 20ഓളം എയിംസ് ഉണ്ട്. അതിൽ ടോപ്പ് എയിംസ് ഒക്കെ വളരെ ഷോർട്ട് റാങ്കിൽ തന്നെ തീർന്നിട്ടുണ്ട്. ഞാനിവിടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു എയിംസിൽ നിങ്ങൾക്ക് പഠിക്കുകയാണ് ലാസ്റ്റ് റാങ്കാണ്. കാരണം ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് എവിടെയെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതും അതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്വിക്ക് വീഡിയോയിൽ അങ്ങനെ തീരുമാനിച്ചത്. ജിപ്മർ നമുക്കറിയാം 2 കോളേജേ നമുക്കുള്ളൂ. അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓപ്പൺ കാറ്റഗറിയിൽ 5,000, EWS 9,000, OBC 8,000, 60,000, 75,000 ഈ ഒരു റേഞ്ചിലാണ് ജിപ്മർ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യമാണ് ESI കോട്ട. ഓൾമോസ്റ്റ് 11ഓളം കോളേജുകളുണ്ട്. അവിടുത്തെ റാങ്ക് നിങ്ങൾക്ക് കാണാം 64,000, 76,000, 71,000, ഓൾമോസ്റ്റ് 2 lakh, ഓൾമോസ്റ്റ് 7 lakh റേഞ്ചിൽ വരുന്നുണ്ട്. മറ്റൊന്ന് BDS കോളേജുകളാണ്. BDS കോളേജിൽ എന്താണ്, കാരണം നമുക്കറിയാം ഓൾ ഇന്ത്യയിൽ BDSൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഞാനൊക്കെ എൻ്റെ മിസ്റ്റേക്ക് വരുത്തിയിട്ട് എനിക്ക് കിട്ടിയതൊരു BDS ആണ്. ആ കഥ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ നീറ്റ് സ്റ്റോറിയും നമ്മുടെ ചാനലുണ്ട്, കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഓൾറെഡി അത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ നോക്ക്, റൗണ്ട് 3ൽ ഓൾമോസ്റ്റ് 46,000, 59,000, 49,000, 1,68,200 അല്ലേ. ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ BDS എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം 5 കോളേജുകളാണ് BSc നഴ്സിംഗിൽ വരുന്നത്. അതിൽ ഇൻട്രസ്റ്റ് ആയവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റാങ്കും കൂടി ഇവിടെ നോക്കാം. ഈ ഫയലുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആകെ ഒരു കാര്യം ചെയ്താൽ മതി. എൻ്റെ നീറ്റ് കമ്മ്യൂണിറ്റിയിൽ പോയി ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പിൻഡ് കമൻറ്റിലുണ്ട്. ജോയിൻ ചെയ്യുക. അവിടെ ഞാനുണ്ടാകും. നിങ്ങൾക്ക് സംശയങ്ങൾ എന്നോട് ചോദിക്കാം. നമുക്ക് മീറ്റിംഗ് കാര്യങ്ങളും ഒക്കെ അതിൽ വരാറുണ്ട്. അതിൽ ഞാൻ പോളും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങളുടെ താല്പര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും പുതിയ വീഡിയോ, അതായത് അടുത്ത വീഡിയോ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതിന് നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഉപയോഗിക്കുക. നിങ്ങളുടെ കമൻറ്റിൽ അതും കൂടി അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ എജുപൊട്ട നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം.